അപ്പോൾ 2024 ഇലക്ഷൻ ഇപ്പം എന്താ പറയുക, ജനാധിപത്യം എന്നുള്ളത് ഒരിക്കലും അവസാനിക്കാത്ത, അങ്ങനെ നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്നൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാം. തീർച്ചയായും അല്ലേ? 291 സീറ്റ് NDA BJP ഭൂരിപക്ഷം ഉള്ള പാർട്ടി നേടി. പിന്നെ ഒരു മുന്നണിയായ ഇന്ത്യ 243 സീറ്റ് നേടി 2ാം സ്ഥാനത്ത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്ന 2 പാർട്ടി എന്ന് പറയുന്നത്, ഒന്ന് JDU, നമ്മുടെ നിതീഷ് കുമാർ നയിക്കുന്ന ബീഹാറിലുള്ള, അതേപോലെ മറ്റൊന്ന് തെലുങ്ക് ദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡു നയിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിന് നിലവിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ 2 പാർട്ടിയിൽ പിടിച്ചിട്ട് ഇന്ത്യൻ സംഖ്യത്തിൽ ചേർക്കുക. പോരാതെ ഈ പുറത്ത് നിൽക്കുന്ന ഈ അതേഴ്സിൽപ്പെട്ട ഒരു 10 കാൻഡിഡേറ്റിനെയും കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് ചേർത്താൽ BJPൻ്റെ ഭൂരിപക്ഷം കുറച്ച്, ആ NDAൻ്റെ ഭൂരിപക്ഷം കുറച്ച് ഇവിടെ കൂട്ടാം. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം നിതീഷ് കുമാർ ആയാലും അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ആയാലും അങ്ങനെ പെട്ടെന്ന് വഴങ്ങുന്ന ഒരു ടൈപ്പ് അല്ല. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഡൽഹിയിൽ വരുന്ന വാർത്ത പറയുന്നത് വെറും സീറ്റല്ല, ഒന്നെങ്കിൽ ഗവർണർ ആ സ്ഥാനത്തേക്ക് എത്തണം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ അമിത്ഷാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ BJPൻ്റെ ദേശീയ പദവിയിലേക്ക് പോകുന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ അതിന് വെറും 16 സീറ്റുള്ള അവർക്ക് BJPയുടെ മേൽക്കൈ നേടുന്ന ഒരു അവസ്ഥ നിലവിൽ ഇന്ത്യയിലേക്ക് വന്നു. BJPക്ക് ഒറ്റക്ക് ഭരിക്കാം, ഒറ്റക്ക് തീരുമാനമെടുക്കാം. അപ്പം ചുട്ടെടുക്കുന്ന പോലെ ബില്ലുകൾ ചുട്ടെടുക്കാൻ ഇനി BJPക്ക് സാധിക്കണമെന്നില്ല. അതിനു മുമ്പ് ഭരണം ആരും ഉണ്ടാക്കുന്നതിന് മുമ്പ് 10 കൊല്ലം നമ്മളെ ഭരിച്ച ഒരു പാർട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ സന്നാഹങ്ങളുമുള്ള, കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 300-ൽ പരം ഒറ്റക്ക് നേടിയ ഒരു പാർട്ടി ഇത്രയും കൂപ്പുകുത്താൻ എന്ന് പറയാനല്ല, എന്നാലും ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇന്ത്യ മുന്നണിക്ക് സ്വാധീനം ചെലുത്താനുള്ള 2-3 കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, ഒന്ന് എന്തായാലും നമുക്ക് പറയാൻ പറ്റും, ചില പരാമർശങ്ങൾ, മോദിയുടെ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് മോദി നടത്തിയ മുസ്ലിം വർഗീയമായ പരാമർശങ്ങൾ അത്രയും ചർച്ച ചെയ്തിരുന്നു. മറ്റൊന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ വലിയ മാറ്റം. അതിന് ഏറ്റവും നിതാന്തമായ ഒരാളാണ് ഇപ്പോൾ ധ്രുവരാട്ടി എന്നൊക്കെ പറയുന്നത് 2.6 മില്യൺ ആൾക്കാർ യൂട്യൂബിൽ വ്യൂവേഴ്സ് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഹിന്ദിയിൽ വളരെ സരളമായിക്കൊണ്ട് കാരണം ഇന്ത്യയിൽ രാഷ്ട്രീയം സംസാരിക്കണമെങ്കിൽ ഹിന്ദി സംസാരിക്കണം. ഈ അടുത്ത് പറഞ്ഞു, കോൺഗ്രസ് പോലും ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്തിട്ട് 5 കൊല്ലത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം അതാണ്. ഇത്രയും കൊല്ലത്തിനിടയിൽ അഥവാ പൊതുവെ രാഹുലിൻ്റെ ഒക്കെ പ്രസംഗം താഴെ ഗ്രൗണ്ടിലേക്ക് എത്തുന്നില്ല. രാഹുലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പക്ഷേ ധ്രുവറാട്ടിന് മറ്റൊന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ഹിന്ദിയാണ്. കേവലം ഹിന്ദി അറിയുന്ന ഒരു കേരളീയന് നമുക്ക് അവിടെയും ഇവിടെയും ക്യാച്ച് ചെയ്തിട്ട് എന്താണ് പറയുന്നതിനുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാക്കി. ഇവിടെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടി അവരുടെ ചാനൽ ഇന്ത്യയിൽ വന്നതിന് കുറച്ചായിട്ടുള്ളൂ. അതും കൂടി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇംഗ്ലീഷായിരുന്നു അവർ മെയിൻ ഫോക്കസും ചെയ്തത്. അതുപോലെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇവർ ജയിക്കാൻ കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിട്ടുവീഴ്ചയുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഒത്തൊരുമ ഉണ്ടായിരുന്നു. നമുക്ക് തമിഴ്നാട് എടുത്തു നോക്കാം. തമിഴ്നാട്ടിൽ നമുക്ക് ഉറപ്പാണ് അവിടെ സ്റ്റാലിൻ എന്ത് ചോദിച്ചാൽ നേടാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ സ്റ്റാലിനും കോൺഗ്രസിനും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാം. പക്ഷെ അവർ ഒരുമിച്ച് നിന്നു. കോൺഗ്രസിന് സീറ്റ് കൊടുക്കുന്നു. അവർ 22 സീറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ. നമ്മൾ ചിന്തിക്കണം. അതേപോലെ തന്നെ 39 സീറ്റ് അവർ നേടിയെടുത്തു ഇന്ത്യ സഖ്യം. അതോടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇന്ത്യ സഖ്യം ഇത്രത്തോളം എടുക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ പ്രാധാന്യം നൽകി, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് പ്രാധാന്യം നൽകി, അങ്ങനെ എല്ലാത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ താഴ്ത്തി ഇറക്കണമെങ്കിൽ ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് വിട്ടുവീഴ്ചയോടുകൂടി ചെയ്തുകൊണ്ടാണ്. ഇതേ ഒരു തന്ത്രം നമ്മൾ വെസ്റ്റ് ബംഗാളിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേട്ടം കൊയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷെ അത് അവർ ചെയ്തില്ല. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നടന്നു എന്നത് സത്യമാണ്. രണ്ടാമത്തെ കാര്യം, UP നമ്മൾ പറഞ്ഞു ആര് വിജയിച്ചു എന്ന് പറഞ്ഞു, SP വിജയിച്ചു എന്ന് പറഞ്ഞു. അതിന് കാരണം ഗ്രൗണ്ടിൽ നല്ലോണം കളിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷൻ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചത് ആ പാർട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ വാർത്തയെല്ലാം കണ്ടതാണ്, വോട്ടിങ് വരുന്നു, ഒരു കണ്ടെയ്നറിൽ വരുന്നു, പിന്നെ അത് തടയാൻ വേണ്ടിയിട്ട് SP-യുടെ ആൾക്കാർ ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് തന്നെ കളക്ടറിനെ വിളിച്ചുകൊണ്ട് എന്താ ഇതിൻ്റെ സംഭവം വാസ്തവം എന്തെന്ന് അറിയുകയും വീഡിയോ അതേസമയം ഇടുകയും ചെയ്ത സംഭവമെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇങ്ങനൊരു ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി പറ്റുകയും ഗ്രൗണ്ട് തലത്തിൽ ആളുണ്ടാവുകയും പിന്നെ അതുപോലെ തന്നെ ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാവുകയും ചെയ്താൽ ഇനിയും ഇന്ത്യക്ക് കോൺഗ്രസിന്റെ ഒരു വിഷയം എന്നുള്ളത് അങ്ങനെ തന്നെയാണ് വെച്ചാൽ
ആ കോൺഗ്രസിന്റെ റൂട്ട് ലെവലിൽ എന്താണ് പ്രചരിപ്പിക്കാൻ പ്രവർത്തകരില്ല ഗ്രൗണ്ട് ലെവലിൽ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ, ഇന്ത്യ മുന്നണി നാം എല്ലാവരും ആദ്യം ഇന്ത്യ മുന്നണി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇന്ത്യ മുന്നണി പിന്നെ ആ ഒരു സപ്പോർട്ട് രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കി. ആ ഒരു വിഷയം കൊണ്ട് കുറച്ച് ആ സപ്പോർട്ട് കുറവായിരുന്നു. പിന്നെ ഏകദേശം സപ്പോർട്ട് കൂടുതൽ ആ അവസാന ഘട്ടം ഏകദേശം ആ ഒരു സമയത്തെല്ലാം ആയിരുന്നു. പക്ഷെ എന്നാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇന്ത്യ മുന്നണി ഒരുപാട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്, അതായത് കോൺഗ്രസ്. കാരണം വെച്ചാൽ ഇന്ത്യ മുന്നണി എന്നുള്ള ആ സഖ്യം രൂപീകരിച്ച കാരണം. പിന്നെ ഒന്നാമത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നരേന്ദ്രമോദിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഒറ്റക്ക് BJPക്ക് ഒറ്റക്ക് ഭരിക്കാൻ എങ്ങനെയും സാധ്യമല്ല. മോദി ട്രെൻഡ് കാരണം വെച്ചാൽ ഒരുപക്ഷെ പല ആൾക്കാരും പറയുന്നത് മോദി ഇങ്ങനെ കൂപ്പുകുത്താൻ കാരണം അല്ലെങ്കിൽ ഒരു വലിയൊരു പരാജയം തന്നെ പറയാം. കാരണം കോൺഗ്രസ് 303 സീറ്റ് 240 സീറ്റിലേക്ക് മോദിയുടെ ഭൂരിപക്ഷം മോദിയുടെ സ്വന്തം മണ്ഡലത്തിൽ 4 അയോധ്യയിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഫിഗർ ആയിട്ട് കാണുന്ന രാമക്ഷേത്രം ഹൈദരാബാദില് ജയിച്ചത് BJP. പല സ്ഥലത്തും പല വിഷയങ്ങളാണ് അവിടുത്തെ ജനങ്ങളെ. കാരണം വെച്ചാല് ഗുജറാത്തില്, ഹരിയാന അല്ലെങ്കിൽ രാജസ്ഥാൻ ഇവിടെല്ലാം ഏകദേശം 10-15 സീറ്റാണ് നഷ്ടപ്പെട്ടത് BJPക്ക് നഷ്ടപ്പെട്ടത്. കാരണം അവരെ കയ്യിലെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയാം, അതായത് കേന്ദ്രമന്ത്രിമാർ അവരെ പോക്കറ്റിലുള്ള സീറ്റ് എന്ന് തന്നെ പറയാം, അതാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഇതിനെല്ലാം ഈടുണ്ടായ കാരണം വെച്ചാല് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ കടബാധ്യത, അല്ല കർഷകർക്കുള്ള കടബാധ്യത. ഹരിയാനയിൽ നോക്കുന്നുണ്ടെങ്കിൽ ആടെല്ലാം കൂടുതലും ഉള്ളി കർഷകരാണ്. അവർക്ക് അവിടെ വൻ കടബാധ്യത, അവർക്ക് കൃഷി ചെയ്യാൻ ആവശ്യം സാധനങ്ങൾ ലഭിക്കുന്നില്ല. ഈ ഒരു കാരണം മൂലം അടിത്തട്ടിലുള്ള ജനങ്ങളിലേക്ക്, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലാത്ത സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താനുള്ള ഈ ഒരു വിഷയം, ഈ സീറ്റുകൾ കുറക്കാനുള്ള കാരണം ഈ ഒരു വിഷയമാകാൻ സാധ്യത. BJPന്റെ ഒരു ഇത് അത് അവരുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് 400 പാർ, അതായത് 400 മുതൽ അങ്ങോട്ട് എണ്ണി തുടങ്ങിയാൽ മതി. 300 അതാണ് നമ്മളിപ്പോ കഴിഞ്ഞ അവസാനത്തെ പാർലമെന്റ് അസംബ്ലി, അതായത് മാർച്ച് 15 ആ ടൈമിലും തോന്നുന്നു, അതിൽ മോഡി പറഞ്ഞു വെച്ചാല് ഇനിയൊരു അസംബ്ലി, അതായത് പുതിയൊരു ഗവൺമെന്റ് BJP ഗവൺമെന്റ് വന്നിട്ടായിരിക്കും. അതേപോലെ നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ച ഓള് പറഞ്ഞ്, അതായത് അടുത്ത ബജറ്റ് ജൂലൈയില് ഇതേ സർക്കാർ അത്രയും ഒരു കോൺഫിഡൻസ് അതല്ല, 400 സീറ്റിൽ കൂടുതൽ കിട്ടിയിട്ട് BJP തന്നെ ഭരണത്തിൽ വന്നിട്ട് ഞങ്ങള് ഇവിടെ ബജറ്റ് അവതരിപ്പിക്കുക, അത്രയും അവരുടെ കോൺഫിഡൻസ്. ഒരു 400 പാർ എന്ന് പറഞ്ഞത് അതേപോലെ ഇത് അത്രയും കോൺഫിഡൻസ് മാത്രമല്ല, എക്സിറ്റ് പോൾ ഫുള്ള് NDA അതിന്റെ പല ആൾക്കാരും പറഞ്ഞത് എക്സിറ്റ് പോള് ചിലപ്പോ അത് ഫലിക്കും എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപക്ഷെ അധിക ചാനലുകളും അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോളാണ്. കാരണം പിന്നെയും കുറച്ച് നമുക്ക് ഒരു സത്യം തോന്നുന്നത് കേരളത്തിലെ മാത്രം എക്സിറ്റ് പോളാണ്. അത് നേരിയൊരു വ്യത്യാസമായി BJPക്ക് 2-3 സീറ്റ് ഏകദേശം 1-3, CPM-ന് 6-8. പക്ഷെ അതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ UDF-ന് 16-18 ആ ഒരു വിഷയം. പിന്നെ കേരളത്തിലെ വിഷയം നമ്മൾ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരില് പൊതുവെ സുരേഷ് ഗോപി ജയിച്ചു. കാരണം കേരളത്തിലെ BJPയുടെ ആദ്യത്തെ അക്കൗണ്ട് അത് സുരേഷ് ഗോപി അതില് തൃശ്ശൂർ പൂരം അവിടെ രാമന്റെ ഇത് അത് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായി. BJPന്റെ കാര്യത്തിലേക്ക് വരുമ്പോ അവര് 272 എന്നുള്ള മിനിമം ഭൂരിപക്ഷത്തില് 280 ചിലർ പിടിച്ചിട്ടാണ് ആദ്യത്തെ വർഷം. പക്ഷെ കോൺഗ്രസ് പാഠം പഠിച്ചില്ല. പിന്നീട് 303 എത്തിയപ്പോഴാണ് കോൺഗ്രസ് ചിന്തിച്ചു തുടങ്ങുന്നത് എവിടെയാണ് തെറ്റ് പറ്റിയത്. അപ്പത്തേക്ക് മോദി നമുക്കൊരിക്കൽ തടുക്കാനാവാത്ത ഒരു പ്രഭാവമായി മാറി, അങ്ങനെ ഒരു പ്രഭാവമായിട്ട് മാറിയിട്ട് പിന്നെ രാഹുൽ ഗാന്ധിന്റെ ഭാരത് ജോഡോ യാത്ര ഒരിക്കലും മറക്കാനില്ല. കാരണം ആ ഒരു ഫോട്ടോ ഉണ്ട് നമുക്ക് കാണുന്നത്, ആ മഞ്ഞിൽ ഭാരത് ജോഡോ യാത്രയല്ല, ആ ഭാരത് ജോഡോ യാത്ര പോവാത്ത സ്ഥലമല്ലേ ആ ഏരിയയിലേക്ക് അതിന്റെ ഒരു ഇമ്പാക്ട്. അതാണ് പറഞ്ഞത്, പപ്പു എന്ന് വിളിച്ചെടുത്ത് രാഹുൽ ഗാന്ധി മെച്യൂരിറ്റി എത്ര അല്ല, നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക CPM നേതാക്കളടക്കം ആ റാലിയെ ആദ്യം പുച്ഛിച്ച് തള്ളിയവരായിരുന്നു. പിന്നീട് അവർ തന്നെ അത് മാറ്റി പറയേണ്ട ഒരു അവസ്ഥ. അത് രാഹുൽ ഗാന്ധിനെ ഒരു ലീഡർ എന്നുള്ള നിലക്ക് നമ്മുടെ കോൺഗ്രസിന് 2021 ഇത് കാണേണ്ടി വരും. നമ്മളൊരു നിരുത്സാഹപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ലീഡർ അല്ല എന്ന രീതിയിലാണ് ആ സമയത്ത്
സമയം വരെ പോയത്. പക്ഷെ ഈ പ്രാവശ്യം 2024 ഒരു രാഹുൽ ഗാന്ധിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, പ്രസംഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ 2021 നടന്നിട്ടില്ല. അതും കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും അതിനുള്ള കാരണം ഒരുപക്ഷെ എല്ലാവരും മനസ്സിലാക്കി രാഹുൽ ഗാന്ധി ഒരു നേതാവായിട്ട് പല പാർലമെന്റിൽ പോലും താടി വളർത്തിട്ട് അതേപോലെ തന്നെ പല ആൾക്കാരും കളിയാക്കിയത് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. ആ ഒരു 50 വയസ്സ് തികയാത്തൊരു പയ്യനെ എങ്ങനെയാണ് നമ്മൾ നേതാവാകുക അങ്ങനെ പല ഇപ്പൊ ഇന്ത്യ മുന്നണിയിലുള്ള പല പാർട്ടിക്കാരും എന്നിട്ട് അദ്ദേഹത്തെ രണ്ടാം നമ്പറാക്കി വെച്ചതായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം ഒരു നല്ലൊരു ലീഡറായി തന്നെ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന് മുമ്പിൽ വെക്കാൻ ഒരു ലീഡറായിട്ട് അഥവാ ഈ JDUവിന്റെയും TDPയുടെയും നമുക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ പോലും ശക്തമായ ഒരു പ്രതിപക്ഷം അതുകൂടെ അവർക്ക് പെട്ടെന്ന് ബില്ല് പാസ്സാക്കിയില്ല. പിന്നെ ഒത്തൊരുമയുടെ പോകാൻ വേണ്ടി പറ്റും. മാറി അതുപോലെ തന്നെ ഈ രണ്ട് പാർട്ടിയും ഒരുമിച്ചിട്ട് എന്താ പറയുക ഒരു ഒത്തുതീർപ്പിൽ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിലും കൂടി പോകാൻ വേണ്ടി പറ്റും. ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ BJP പണ്ടെന്ന ഒരു ഏകാധിപത്യ സ്വഭാവം അനസ് പറഞ്ഞ പോലെ തന്നെ ഒരു ഏകാധിപത്യ സ്വഭാവമായിരുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ അമിത്ഷ എന്താണോ രണ്ട് രീതിയിൽ അങ്ങ് കൊണ്ടുപോകുന്നത്, രണ്ടാളായിട്ട് ഭരിക്കുന്നത്. എന്തൊരു ന്യൂസ് കാണാൻ സാധിച്ചത് TDP തെലുങ്ക് ദേശം പാർട്ടി അവര് മുൻപിൽ വെച്ച ഒരു ഇത് വെച്ചാല് അഥവാ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് അമിത്ഷാനെ ആ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തെ ആ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. എന്നാൽ മാത്രമേ അവർ NDA ഞങ്ങൾ സഖ്യമുള്ളൂ എന്ന് അവര് ഈ ന്യൂസിൽ നിന്ന് കണ്ടിരുന്നു. NDA വെച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ NDA എന്നുള്ളത് BJP മാത്രമല്ല, ഈ BJPന്റെ കൂടെയുള്ള ഘടകകക്ഷികൾ BJPയുടെ ഐഡിയോളജിക്കൽ പാർട്ടീസ് അല്ല. കാരണം BJP മുമ്പിൽ വെക്കുന്ന ഹിന്ദുത്വ പാർട്ടിയല്ല. പിന്നെ ഒരു കൊണ്ടുപോവുക എന്നുള്ള ഒറ്റൊരു ലക്ഷ്യം. നമുക്ക് ഈ രണ്ട് പാർട്ടി ഉണ്ടല്ലോ, BJP അല്ല, ഈ രണ്ട് പാർട്ടിയും ഒരു മുസ്ലിമിന് കുറച്ചും കൂടി പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയും കൂടിയാണ്. അഥവാ OBCക്കാർക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും കുറച്ച് പ്രാധാന്യം നൽകുന്ന പാർട്ടി. നമുക്ക് എത്രത്തോളം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ് പറയാൻ കഴിയില്ല. കാരണം വെച്ചാല് അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ആ ഒരു ബലക്കുറവ് നമ്മള് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ UDF അത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സപ്പോർട്ടീവായിട്ടുള്ള പാർട്ടി. അപ്പൊ നമുക്ക് എന്തും അത്രയും അവരെ വിശ്വസിച്ച് ആ ഒരു ഇതിൽ നിൽക്കും. പക്ഷെ അങ്ങോട്ടെല്ലാം ചെന്നാല് ആ ന്യൂനപക്ഷങ്ങൾക്ക് അവർക്കൊരു വിലയില്ലാത്ത പോലെ. പക്ഷെ ഈ പാർട്ടികൾക്ക് എത്രത്തോളം അവര് സപ്പോർട്ട് നൽകണമെന്നും പറയുന്നില്ല. മറ്റൊരു വിഷയം, ഇന്ത്യയിൽ നോക്കണമെങ്കിൽ ഏറ്റവും വലിയ BJPക്ക് അടിത്തറയിലൊരു ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് UP ഉത്തർപ്രദേശ്. അതും UP യോഗി ആദിത്യനാഥിന്റെ UP. അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ന്യൂസിൽ കാണാൻ സാധിച്ചാണ്. അതായത് മോദി പ്രഭാവമാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ തന്നെ നേരിട്ടത്. ശരിക്കും മോദിയുടെ ഇതന്നെ വാരാണസിയാണ്. പക്ഷെ മോദി മെയിൻ ആയിട്ട് UPയിൽ തന്നെ, കാരണം അത്രയും സീറ്റില്ല, അത്ര ഏകദേശം 80-70 സീറ്റ് ഉണ്ട്. പക്ഷെ അവിടെ യോഗിനെ അവിടെ രണ്ടാം നമ്പർ ആക്കിയിട്ട് യോഗിക്ക് തോന്നി. കാരണം യോഗി അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. യോഗി പല ഫ്ലെക്സുകളായാലും പോസ്റ്ററുകളായാലും മോഡി വലിയൊരു ഐക്കണിക്കാക്കി യോഗിനെ സൈഡാക്കി. ഇത് യോഗിക്ക് നല്ല ആ ഒരു പിളർപ്പ് BJPക്ക് അവിടെ ഉണ്ട്. അതല്ല, യോഗി പല പരിപാടിക്ക് പോയിട്ടില്ല. അതിന് കാരണത്താൽ 10-20 സീറ്റ് അവിടെ BJPക്ക് കുറഞ്ഞു. ആ ഒരു വലിയ ഇമ്പാക്ട് ഇന്ത്യ മുന്നണിക്ക് ഒരു ഉപകാരം അല്ലെങ്കിൽ അഖിലേഷ് യാദവിന്റെ അവർ ഭയങ്കര മുന്നേറ്റം തന്നെ പറയും. കാരണം അത്രയും ഒരു പ്രാദേശിക പാർട്ടി എന്നൊരു പാർട്ടിയായിട്ട് നമ്മളെല്ലാവരും തള്ളിക്കളിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് അവിടെ അത്രയും കൂടുതൽ മുൻഗണന കിട്ടണമെങ്കിൽ അവർക്കാണ് പിടിപാട് അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലതും കാണും. ട്രോളിൽ ചിലപ്പോൾ നമ്മളായിരിക്കും കൂടുതൽ. സുരേഷ് ഗോപി നമ്മൾ ട്രോളും. പക്ഷെ ഗ്രൗണ്ട് ലെവലിൽ സുരേഷ് ഗോപി കളിച്ചത് ഒരു സാധാ ഒരു കളിയല്ല. അതായത് തോറ്റു എന്നിട്ടും ആ തൃശ്ശൂർ പൂരത്തിന്റെ ആയാലും അദ്ദേഹം ഒരുപാട് തവണ ദൈവത്തെ ഒക്കെ വിളിക്കുന്നു. പക്ഷെങ്കിൽ ആ ന്യൂട്രൽസിന്റെ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. സുരേഷ് ഗോപിക്ക് അത് ഒരുപാട് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സുരേഷ് ഗോപിന്റെ 70,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേരളത്തില് തൃശ്ശൂര്. അത് മാത്രല്ല 3 പാർട്ടികളും ഒപ്പത്തൊപ്പം നിൽക്കുന്ന ഇതും കൂടിയാ, മണ്ഡലം കൂടിയാണ്. അത് മാത്രല്ല, ഒന്നാമത് ഒരുപക്ഷെ അവിടെ CPI ആണ് മത്സരിക്കുന്നത്. കാരണം CPM-ന്റെ സപ്പോർട്ട് അത്ര ഇല്ലാന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് എങ്ങനെയാണെന്നറിയാം. പക്ഷെ എന്നാലും അവിടെ കഴിഞ്ഞ പ്രാവശ്യം TN പ്രതാപൻ മത്സരിച്ചപ്പോൾ ഏകദേശം 4 ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് അദ്ദേഹത്തിന് കിട്ടി. ഏകദേശം 4 ലക്ഷം. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏകദേശം
1 ലക്ഷം വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു. ആ 1 ലക്ഷം എന്ന് പറയുന്നത് ഏകദേശം 90,000 85 ആ ഒരു റേഞ്ചിൽ. പക്ഷെ നേരെ കുറിച്ച് നോക്കണമെങ്കിൽ ഇപ്പുറം BJPക്ക് 70,000 വോട്ട് ഭൂരിപക്ഷം കിട്ടി. പക്ഷേ അത്രയും വോട്ട് കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ഇപ്പുറം സുരേഷ് ഗോപിയിലേക്ക് പോയി എന്ന് പറയാൻ കാരണം ഒരുപക്ഷെ ജനങ്ങൾക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പായിരിക്കും, അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന അതായത് രാഷ്ട്രീയ പ്രവർത്തകന് പുറമെ ഒരു നല്ലൊരു സുരേഷ് ഗോപി ജയിച്ചാലും പറഞ്ഞത് ഇത് പാർട്ടിക്ക് കിട്ടിയ വോട്ടല്ല, ഇത് എനിക്ക് കിട്ടിയ വോട്ടാണെന്ന് തുറന്നു പറയാൻ. കേരളത്തിൽ ഒരു സീറ്റ് സൗത്ത് എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് കിങ്ഡം പോലെയാണ്. അവിടെ ഒരു വോട്ട് ബാങ്ക് തുടങ്ങില്ല. അതിലൂടെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു വെച്ചാൽ BJP പൊതുവെ ഒരു സീറ്റ് പിടിച്ചെടുത്താൽ ആ സീറ്റ് അവർ എങ്ങനെയാണ് നിലനിർത്തിയിരിക്കും. അതിന് എത്ര കൊല്ലം വർഷം ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും അവര് ആ സീറ്റ് അവർ ഭദ്രമാക്കി. ഈ ഇലക്ഷനിൽ ഒരു പ്രത്യേകത വെച്ചാല് സൗത്ത് മാത്രമല്ല നോർത്തിന്റെ അവരെ ചെങ്കോട്ടുകൾ ഇളകിയിരുന്നു. ഒരു മൈൻഡ് സെറ്റ് മാറി. മോദി ഗ്യാരണ്ടി എന്നുള്ളത് വെറും വാക്ക്. മറ്റേ മോദി ഇവിടെ വേണ്ട എന്ന് രാഹുലിന്റെ ഒരു പ്രസ്താവന. അപ്പോ മോദിക്കെതിരെ നിൽക്കാൻ ഒരു ലീഡർ വന്നു. അത് 10 കൊല്ലം എടുത്തു അല്ലെ? മോദി ഇത്ര വർഷത്തിലും അദ്ദേഹം മെച്യൂരിറ്റി ഉള്ള എല്ലാവരും അംഗീകരിക്കാൻ വേണ്ടുന്നത് 10 വർഷം അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ ഒരു കോട്ട് ഉണ്ടായിരുന്നല്ലോ, മുഹബത്ത് അത് വിദ്വേഷത്തിന്റെ ചന്തയിൽ സൗഹൃദത്തെ കട തുറക്കാൻ എല്ലാവരെയും മേഖലയിലും ഭയങ്കര സ്പ്രെഡായി. വാർത്ത നോക്കിയാൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ നോക്കിയാൽ ഇവിടെ എല്ലാ സ്ഥലത്തും ഒരു ട്രെൻഡായി. മോദി കേന്ദ്രനെക്കാട്ടി കൂടുതൽ നമുക്കൊരു മനസ്സിനൊരു പ്രതീക്ഷ. നരച്ച താടിയുള്ള കറുത്ത് നരച്ച അതിന്റെ ഇടയ്ക്ക് ഒരു മഞ്ഞ് വീഴുന്നു. ആ മഞ്ഞ് പോലും വകവെക്കാതെ കാശ്മീരിലെ ജനങ്ങൾ അവിടെ ഒത്തുകൂടുന്നു. അത് ഇന്ത്യയിലെ അപൂർവമായ സംഭവങ്ങളിൽ. മറ്റൊരു കാര്യം കോൺഗ്രസിന്റെ എടുത്ത് പറയാൻ, ഏകദേശം ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുമ്പേ പ്രസിഡന്റ് സ്ഥാനം ഏകദേശം സോണിയാഗാന്ധി അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന്റെ ദേശീയ ആ സ്ഥാനം അദ്ദേഹം രാഹുൽ ഗാന്ധി കൈമാറി. പക്ഷെ രാഹുൽ ഗാന്ധി ആ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതോടെ അവര് ബാക്കടിച്ചു. കാരണം അദ്ദേഹത്തിന് കഴിയില്ല എന്നൊരു കാരണം കൊണ്ട് അദ്ദേഹം ബാക്കടിച്ചു. പിന്നീട് ആ സ്ഥാനം സാധാരണ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാളാണ് ആകല്. പക്ഷെ ആ സ്ഥാനം ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ മല്ലികാർജുൻ ഖാർഗെ, അതായത് കർണാടകയിലെ ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളാണ്. അതായത് പവർഫുൾ ഒരു ലീഡറിന് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആർക്കും അറിയില്ല. അദ്ദേഹം പ്രസിഡന്റായിട്ട് വരുന്നതിന് മുമ്പേ ആർക്കും അറിയുന്നുണ്ടാവില്ല. അദ്ദേഹം വന്നതിന് ശേഷം അവർ പല മാറ്റങ്ങളും കോൺഗ്രസിന് പാർട്ടി കോൺഗ്രസിന്റെ ഈ കേഡർ സംവിധാനം ഉണ്ടല്ലോ, ആ പാർട്ടി ബേസ് എപ്പോഴും അടിയും തർക്കം. അത് ഇപ്രാവശ്യം ഒത്തൊരുമ കൂടി. അതിന് കാരണം എനിക്ക് തോന്നുന്നത് മല്ലികാർജുൻ ഖാർഗെയുടെ ഒരു വ്യക്തമായ ഒരു ശക്തമായ ചെയ്ത ഇടപെടല് അതിലെല്ലാവർക്കും പങ്കാളികളാകാൻ കഴിയുന്നു. അതിലൂടെ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ഒരു ശക്തിയായ ഒന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇവിടെ ഭരിക്കുന്ന ആരും പറ്റില്ല, ഇന്ത്യ മുന്നണി ഇവിടെ ഭരിക്കും, അല്ലെങ്കിൽ അവിടെ ആരും പറ്റില്ല. അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. 292 എന്ന് പറയുന്ന മാർജിൻ നമുക്കുള്ളത് നമ്മളുള്ളതല്ല, ഇന്ത്യ മുന്നണി ഏതൊരു ജനാധിപത്യം ആഗ്രഹിക്കുന്ന ഇന്ത്യ മുന്നണി വരണമെന്നല്ല. കാരണം ഇത്രയും 10 കൊല്ലത്തെ നമ്മുടെ ഈ ഭരണത്തിന്റെ ഒരു ദുർബലത കൊണ്ട്. അപ്പോൾ സാധ്യതയുണ്ടോ ഒരു ജനാധിപത്യം ഇവിടെ പൂത്തുവിടരാൻ? നേരത്തെ പറഞ്ഞ പോലെ, അതായത് BJPക്ക് ഒറ്റയ്ക്ക് മുൻകഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങൾ ഭരിച്ച പോലെ ഒരിക്കലും ഭരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും പെട്ടെന്ന് തന്നെ അവരുടെ ആധിപത്യത്തിൽ ഒരു ബില്ലുകളും പെട്ടെന്ന് പാസ്സാക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇന്ത്യ എന്ന മുന്നണി ശക്തമായിട്ട് പ്രതിപക്ഷമുണ്ട്, മുൻകഴിഞ്ഞ കാലം പോലെയല്ല. അതുകൊണ്ട് ആ ഒരു ഹോപ്പും പ്രതീക്ഷ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ സമയം ഏറെ വൈകി. എന്തായാലും ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിച്ചു, ജനാധിപത്യം ജയിച്ചു, ജനങ്ങൾ ജയിച്ചു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്.